NSSും UDFുമായുള്ള പ്രശ്ന പരിഹാരത്തിന് മധ്യസ്ഥതയ്ക്ക് മുസ്ലിം ലീഗ് മുൻകൈയെടുക്കാമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. തെരഞ്ഞെടുപ്പിനായുള്ള രാഷ്ട്രീയ നീക്കുപോക്കിന് ഇനിയും സമയമുണ്ടെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. ഇലക്ഷൻ ഇനിയും സമയമുണ്ടല്ലോ. രാഷ്ട്രീയമായിട്ടുള്ള നീക്കുപോക്കും ചർച്ചകൾക്കും ഒക്കെ ഇനിയും സമയമുണ്ട്. ഒരു അന്തിമ തീരുമാനം വരുന്നേ ഉള്ളൂ ആ കാര്യത്തിൽ. നമ്മൾ കേരളത്തിൻ്റെ ഭാവിയാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. കേരളത്തിൽ സമാധാനം വേണം, സാമൂഹ്യ സൗഹാർദ്ദം വേണം, വികസനം വേണം, മാറ്റങ്ങൾ. അതിന് ശക്തമായിട്ടൊരു ഗവൺമെൻറ് ഇവിടെ ആവശ്യമാണ്. ആ ശക്തമായിട്ടുള്ള ഗവൺമെൻറ്റിന് എന്താണോ ആവശ്യം ഈ കാര്യത്തിലൊക്കെ ലീഗ് പ്രതിജ്ഞാബദ്ധമായിട്ട് മുന്നോട്ട് പോകും. ചർച്ച ചെയ്യേണ്ടടുത്ത് ചർച്ച ചെയ്യും, കൂടിയിരിക്കേണ്ടടുത്ത് കൂടി ഇരുന്നുകൊണ്ട് തന്നെ നല്ല തീരുമാനത്തിലെത്താൻ ലീഗ് സഹായിക്കും. UDFിനെ ശക്തിപ്പെടുത്താൻ എന്താണോ ആവശ്യം ആ കാര്യത്തിൽ ലീഗ് മുന്നിട്ടുണ്ട്. അരുൺ അമൃതനാഥ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനായിട്ടുണ്ട്. അരുൺ, ഈ സമുദായത്തിന്റെ നിലപാടിൽ അതിൽ കോൺഗ്രസിന് UDFിന് ഒരു ആശങ്കയുമില്ല എന്ന് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പറയുന്നുണ്ടെങ്കിലും ആശങ്കയുടെ ആദ്യ പ്രകടനമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. അതേസമയം ആദ്യം നമ്മൾ കേട്ടത് NSS ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണമാണ്. ഉറച്ച നിലപാടാണെന്ന് അദ്ദേഹം വീണ്ടും ആവർത്തിച്ച് തന്നെ പറയുന്നു. അതിനിടയിലാണ് സാദിഖ് അലി തങ്ങളുടെ ഈ പ്രതികരണം വരുന്നത്. പെരുന്നയിലേക്ക് UDFുമായിട്ട് നിലവിലുണ്ടാകുന്ന ഈ ആശങ്കയിൽ അതിലൊരു സമവായം ഉണ്ടാക്കാൻ, അനുനയം ഉണ്ടാക്കാൻ വേണ്ടി പാണക്കാട് തങ്ങൾ അങ്ങോട്ടേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? ലീഗ് എങ്ങനെ ഇടപെടും? പക്ഷെ അതായത് UDFിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും ലീഗിനെ സംബന്ധിച്ച് 2026 തിരച്ചു പിടിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് അത് ഏറ്റവും ആത്യന്തികമായ ആവശ്യമാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടതെല്ലാം തന്നെ അത്തരത്തിലുള്ള അസ്വാരസ്യങ്ങളോ ആശങ്കകളോ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതാണ് UDFിന്റെ ലക്ഷ്യം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആശങ്കകൾ മുന്നിലുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള മധ്യസ്ഥത ലീഗ് വഹിക്കുമെന്ന് തന്നെയാണ് സാദിഖ് അലി തങ്ങൾ, ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ, പറഞ്ഞു വെച്ചത്. ലീഗിന് എപ്പോഴും അങ്ങനെ ഒരു മധ്യസ്ഥത റോളാണ്, ഒരു മീഡിയേറ്റർ റോള് പല വിഷയങ്ങളിലും ലീഗ് കൈകാര്യം ചെയ്യാറുണ്ട്. ഇവിടെയും അങ്ങനെ ഒരു ആവശ്യം വന്നാൽ തീർച്ചയായും അതിലേക്കും എത്തും എന്ന് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു വെക്കുന്നത് ഒരു സൂചന കൂടിയാണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ അവശേഷിക്കേണ്ട, സാമുദായികമായി തന്നെ സാമുദായിക വിഷയങ്ങൾ ഉൾപ്പെടെ തന്നെ UDFിന്റെ ഒരു നിലപാട് കൂടി അവിടെ പറയാതെ പറഞ്ഞു വെക്കുകയാണ് സാദിഖ് അലി തങ്ങൾ. എന്തായാലും അത്തരം ആശങ്കകളൊന്നും ബാക്കിയാക്കണ്ട എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ചർച്ചയ്ക്ക് ലീഗ് തയ്യാറാണ് എന്ന് കോൺഗ്രസിന് മുന്നിൽ കൂടി സാദിഖ് അലി തങ്ങൾ പറഞ്ഞു വെച്ചതായി തന്നെ ഇതിനെ വിലയിരുത്താൻ സാധിക്കും. അക്ഷയ.